ഹായ്. ഗൂഗിൾ ആഡ്സിനെ കേൾക്കുമ്പോൾ തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് നമ്മളിൽ പലരും മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം പല ബിസിനസ് ഓണേഴ്സും എസ്പെഷ്യലി SME ഓണേഴ്സ് ഗൂഗിൾ ആഡ്സ് ചെയ്യാൻ മടിക്കുന്നത്. വാട്ട് ഈസ് ഗൂഗിൾ ആഡ്സ്, ബെനിഫിറ്റ്സ് ഓഫ് ഗൂഗിൾ ആഡ്സ്, ഹൗ ടു ക്രിയേറ്റ് എ ക്യാമ്പയിൻ ഇൻ ഗൂഗിൾ ആഡ്സ്, ഹൗ ടു ഒപ്റ്റിമൈസ് ഇറ്റ് എന്നീ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് ഗൂഗിൾ ആഡ്സ് നോക്കാം. ഒരു ദിവസം പല പ്രാവശ്യം പല ആവശ്യങ്ങൾക്കായി നമ്മൾ ഗൂഗിൾ ഉപയോഗിക്കാറുണ്ട്. ഞാനിപ്പോൾ ഗൂഗിളിൽ ACCA കോച്ചിങ് ഇൻ കാലിക്കറ്റ് എന്ന് സെർച്ച് ചെയ്യാണ്. എനിക്ക് ഫസ്റ്റ് വന്ന റിസൾട്ട് ലക്ഷ്യയുടേതാണ്. ലക്ഷ്യയുടെ ഗൂഗിൾ റിസൾട്ടിന് മേലെ നമുക്ക് സ്പോൺസേഡ് എന്ന് കാണാൻ പറ്റും. ഇതാണ് ഗൂഗിൾ ആഡ്സ് എന്ന് വരുന്ന റിസൾട്ടാണ്. ഇങ്ങനെ സ്പോൺസേഡ് ആഡായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ സ്പോൺസേഡിൻ്റെ ആഡിൻ്റെ താഴെയായിരിക്കും നമുക്ക് ഗൂഗിൾ മാപ്പ് എന്ന് വരുന്ന റിസൾട്ട്, SEOയിൽ നിന്ന് വരുന്ന റിസൾട്ട്. ഈ റിസൾട്ട്സ് ഒക്കെ നമുക്ക് ഗൂഗിൾ ആഡ്സിൻ്റെ, അതായത് പെയ്ഡ് ആഡ്സിൻ്റെ താഴെയായിരിക്കും ഗൂഗിൾ പ്ലേസ് ചെയ്യുക. ഇനിയും നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗൂഗിൾ ആഡ്സ് കാണാൻ പറ്റും. യൂട്യൂബ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുറേ ആഡ്സ് കാണാറുണ്ട്. അതും ക്രിയേറ്റ് ചെയ്യുന്നത് ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് വഴി തന്നെയാണ്. അതിനെയാണ് നമ്മൾ വീഡിയോ ആഡ്സ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ടൈപ്പ് ഓഫ് ഗൂഗിൾ ആഡ്സ് ആണ് ഡിസ്പ്ലേ ആഡ്സ് എന്ന് പറയുന്നത്. അത് നിങ്ങളൊരു വെബ്സൈറ്റ് പോവുകയാണെങ്കിൽ അവിടെ ബാനർ രൂപത്തിൽ ഹൊറിസോണ്ടലായും വെർട്ടിക്കലായിട്ടുള്ള ആഡ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് ഡിസ്പ്ലേ ആഡ്സ് എന്ന് പറയുന്നത്. പിന്നെ ഷോപ്പിംഗ് ആഡ്സ് ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഷോപ്പിംഗ് റിലേറ്റഡ് സെർച്ച് ക്വയറിയാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ SERPൽ തന്നെ ഷോപ്പിംഗ് ആഡ്സ് കാണാൻ സാധിക്കും. ഇനി ഗൂഗിൾ ആഡ്സിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ എങ്ങനെയാണ് ലക്ഷ്യയുടെ ആഡ് കണ്ടത്? നമ്മൾ ഗൂഗിളിൽ പോയി കീവേഡ് സെർച്ച് ചെയ്തു. അപ്പോൾ മാത്രമാണ് നമുക്ക് ലക്ഷ്യയുടെ ആഡ് കാണിച്ചു തന്നത്. അത് തന്നെയാണ് ഗൂഗിൾ ആഡ്സിന്റെ ഒന്നാമത്തെ ബെനിഫിറ്റ്. അതായത് നമ്മുടെ പ്രൊഡക്റ്റ് ഓർ സർവീസ് റിലേറ്റഡ് സെർച്ചസ് വരുമ്പോൾ മാത്രമേ നമ്മുടെ ആഡ് ഷോ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഗൂഗിൾ ആഡ്സിന് വരുന്ന ലീഡ്സിൻ്റെ ക്വാളിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. വേറൊരു ബെനിഫിറ്റ് എന്നുള്ളത്, വൺസ് നമ്മളൊരു ആഡ് റൺ ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിസൾട്ട് പ്രതീക്ഷിക്കാം. പക്ഷേ SEOയുടെ കേസിൽ നമുക്കറിയാം ഒരു 3 to 6 months ഒക്കെ എടുക്കും നമ്മുടെ കീവേഡ് SERPൽ റാങ്ക് ചെയ്ത് വന്ന് അതിലേക്ക് ട്രാഫിക് ഒക്കെ വരാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ്, എങ്ങനെ നമുക്കൊരു ഗൂഗിൾ ആഡ്സ് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഗൂഗിൾ ആഡ്സിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ക്യാമ്പയിന് ഗൂഗിൾ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ഇൻ്റർഫേസാണ് നിങ്ങൾക്ക് ലഭിക്കുക. നമുക്ക് തൽക്കാലം അത് സ്കിപ്പ് ചെയ്ത് ഡയറക്റ്റ് ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് ഡാഷ്ബോർഡിലേക്ക് പോവാം. അതിനായിട്ട് ഈ കാണുന്ന സ്റ്റെപ്സ് ഫോളോ ചെയ്യാം. ഈ ഒരു വിൻഡോയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റപ്പ് ആൻ അക്കൗണ്ട് ഓൺലി അല്ലെങ്കിൽ സ്വിച്ച് ടു എക്സ്പേർട്ട് മോഡ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ബില്ലിംഗ് കൺട്രി നമുക്ക് ചൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അടുത്തതായി പേയ്മെൻറ്റ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനാണ്. അതായത് നിങ്ങൾ ഗൂഗിൾ ആഡ്സ് റൺ ചെയ്യുമ്പോൾ ഏത് അഡ്രസ്സിലേക്കാണ് നിങ്ങൾക്ക് ബില്ലിംഗ് അഡ്രസ്സ് വേണ്ടത്, ആ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതിനുശേഷം പേയ്മെൻറ്റ് മെത്തേഡ് നിങ്ങൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിനായി ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഓപ്ഷൻസ് ഉണ്ട്, നെറ്റ് ബാങ്കിങ് ഉണ്ട്, അല്ലെങ്കിൽ ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ ഉണ്ട്. ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പേ വിത്ത് ബാങ്ക് ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. അതിനുശേഷം ഗൂഗിൾ ആഡ്സിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഈ കാണുന്നതാണ് ഗൂഗിൾ ആഡ്സിൻ്റെ ഡാഷ്ബോർഡ്. ഇതിലാണ് നമുക്ക് നമ്മുടെ ആഡ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുക. ഒരു ഗൂഗിൾ ആഡ്സ് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമതാണ് ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ് എന്നുള്ളത്. ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഗൂഗിൾ ആഡ്സ് വഴി നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അത് ചിലപ്പം സെയിൽസ് ആവാം, ലീഡ്സ് ആവാം, വെബ്സൈറ്റ് ട്രാഫിക് ആവാം, ആപ്പ് പ്രൊമോഷൻ ആവാം. അത് എന്താണെന്നുള്ളത് നിങ്ങളൊരു ഗൂഗിൾ ആഡ്സ് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡിസൈഡ് ചെയ്തിരിക്കണം. നിങ്ങൾ ഗൂഗിൾ ആഡ്സ് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കീവേഡ്സ് എന്നുള്ളത്. നിങ്ങളുടെ പ്രൊഡക്റ്റ് ഓർ സർവീസ് റിലേറ്റഡ് ആയിട്ട് യൂസേഴ്സ് സെർച്ച് ചെയ്യുന്ന ഫ്രേസസിനെയാണ് നമ്മൾ കീവേഡ്സ് എന്ന് പറയുന്നത്. അതിനാൽ തന്നെ ഒരു ഗൂഗിൾ ആഡ്സ് ക്യാമ്പയിൻ റൺ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊരു കീവേഡ് റിസർച്ച് ചെയ്യേണ്ടതുണ്ട്. എങ്ങനെ കീവേഡ് റിസർച്ച് ചെയ്യാന്നുള്ള ഒരു വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. ലിങ്ക് കമൻറ്റിൽ കൊടുക്കുക. കീവേഡ്സ് കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, അതിന് കീവേഡ് മാച്ച് ടൈപ്സും കൂടി കണ്ടെത്തേണ്ടതുണ്ട്. പ്രധാനമായിട്ട് 3 ടൈപ്പ് ഓഫ് കീവേഡ് മാച്ച് ടൈപ്സ് ആണുള്ളത്. ബ്രോഡ് മാച്ച് ഉണ്ട്, ഫ്രേസ് മാച്ച് ഉണ്ട്, എക്സാക്ട് മാച്ച് ഉണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിൽ ഒന്നാമതാണ് ബ്രോഡ് മാച്ച് എന്നുള്ളത്. നമ്മുടെ കീവേഡിൻ്റെ ഏതെങ്കിലും ഒരു വേർഡും യൂസറുടെ സെർച്ച് ക്വയറിയുടെ ഏതെങ്കിലും ഒരു വേർഡും തമ്മിൽ മാച്ച് ആയാൽ തന്നെ നമ്മുടെ ആഡ് ആ യൂസറിന് ഷോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രോഡ് മാച്ച് ഉപയോഗിക്കുന്നത്. ഇനി രണ്ടാമത്തതാണ് ഫ്രേസ് മാച്ച് എന്നുള്ളത്. നമ്മുടെ കീവേഡ് മുഴുവനായിട്ട് യൂസറുടെ സെർച്ച് ക്വയറിൽ ഉണ്ടായാൽ മാത്രമേ ആഡ് ഷോ ചെയ്യുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കീവേഡ് എന്നുള്ളത് ടെന്നീസ് ഷൂസ് എന്നാണ് വിചാരിക്കുക. അപ്പോൾ ഒരു യൂസർ സെർച്ച് ചെയ്യാണ് ടെന്നീസ് ഷൂസ് ഓൺ സെയിൽ. ഇവിടെ ടെന്നീസ് ഷൂസ് എന്നുള്ളത് യൂസറുടെ സെർച്ച് ക്വയറിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ആഡ് ഷോ ചെയ്യും. പക്ഷേ ഒരു യൂസർ സെർച്ച് ചെയ്യാണ് ടെന്നീസ് റാക്കറ്റ് എന്ന് സെർച്ച് ചെയ്യാണ്. പക്ഷേ നമ്മുടെ കീവേഡ് യൂസറുടെ സെർച്ച് ക്വയറിൽ മുഴുവനായി വരാത്തതുകൊണ്ട്
ആ ഒരു യൂസർ ടെന്നീസ് റാക്കറ്റ് എന്ന് സെർച്ച് ചെയ്ത യൂസറിന് എന്ത് ചെയ്യില്ല, നമ്മുടെ ആഡ് ഷോ ചെയ്യില്ല. ഇങ്ങനെ ഫ്രേസ് മാച്ച് ആയിട്ട് കീവേഡ്സ് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡബിൾ ഇൻവേർട്ടഡ് കോമയിലാണ് കൊടുക്കേണ്ടത്. ഇനി അവസാനത്തെ കീവേഡ് മാച്ച് ടൈപ്പാണ് എക്സാക്ട് മാച്ച് എന്നുള്ളത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കീവേഡും യൂസറുടെ സെർച്ച് ക്വയറും എക്സാക്റ്റായി മാച്ച് ചെയ്ത് വന്നാൽ മാത്രമേ നമ്മുടെ ആഡ് ഷോ ചെയ്യുള്ളൂ. ഇങ്ങനെ എക്സാക്ട് മാച്ചായി കീവേഡ്സ് ആഡ് ചെയ്യുന്നതിനായി കീവേഡ്സിൻ്റെ തുടക്കത്തിലും അവസാനത്തിലും സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്താൽ മതി. അടുത്തതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഓപ്ഷൻ ആൻഡ് ബിഡിങ് എന്നുള്ളത്. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ഒരു ആഡ് ഷോ ചെയ്യുന്നത് ഒരു കീവേഡിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ്. ഒരു യൂസർ കീവേഡ് സെർച്ച് ചെയ്താലാണ് നമ്മുടെ ആഡ് ഷോ ചെയ്യുന്നത്. ചിലപ്പം ആ ഒരു സെയിം കീവേഡ് മൾട്ടിപ്പിൾ അഡ്വർടൈസേഴ്സ് എന്ത് ചെയ്യാം, യൂസ് ചെയ്തിരിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഏത് അഡ്വർടൈസറുടെ ആഡാണ് നമുക്ക് ഷോ ചെയ്യുന്നത്, അതിൽ തന്നെ ഏത് ആഡാണ് ഏറ്റവും ടോപ്പിൽ വരുന്നത്, ഇത് തീരുമാനിക്കാനാണ് ഓപ്ഷൻ നടത്തുന്നത്. ഓപ്ഷൻ എന്നുള്ള വേർഡ് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. മലയാളത്തിൽ പറഞ്ഞാൽ ലേലം എന്നുള്ളതാണ്. നോർമലി ഒരു ലേലത്തിൽ എന്താണ് സംഭവിക്കുന്നത്, ഒരു പ്രൊഡക്റ്റ് ലേലത്തിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റിന് ഏറ്റവും കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർക്കും ആ പ്രൊഡക്റ്റ് ലഭിക്കുക. എന്നാൽ ഗൂഗിൾ ആഡ്സിൽ ഓപ്ഷനിലൂടെ നമുക്ക് ലഭിക്കുന്നത് ആഡ് റാങ്ക് ആണ്. ഇങ്ങനെ ആഡ് റാങ്ക് ഏറ്റവും കൂടുതലുള്ള അഡ്വർടൈസർ ആയിരിക്കും ഒന്നാമത്തെ പൊസിഷനിൽ വരിക. ആഡ് റാങ്കിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് മാക്സിമം CPC ഇൻറ്റു ക്വാളിറ്റി സ്കോർ എന്നുള്ളതാണ്. CPC എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പെർ ക്ലിക്ക് ആണ്. അതുകൊണ്ട് തന്നെ മാക്സിമം CPC എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു ക്ലിക്കിന് എത്ര എമൗണ്ട് വരെ സ്പെൻഡ് ചെയ്യാൻ റെഡിയാണ് എന്നുള്ളതാണ്. പിന്നെയുള്ള ഒരു ഫാക്ടറാണ് ക്വാളിറ്റി സ്കോർ എന്നുള്ളത്. ക്വാളിറ്റി സ്കോർ എന്നുള്ളത് 0 to 10 ഇടയിൽ വരുന്ന ഒരു നമ്പറാണ്. ക്വാളിറ്റി സ്കോർ അലോട്ട് ചെയ്തിരിക്കുന്നത് ഓരോ ഇൻഡിവിജ്വൽ കീവേഡ്സിന് വേണ്ടിയിട്ടായിരിക്കും. ക്വാളിറ്റി സ്കോർ പ്രധാനമായും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് 3 ഫാക്ടേഴ്സിനെയാണ്: ലാൻഡിംഗ് പേജ് എക്സ്പീരിയൻസ്, ആഡ് റെലവൻസി ആൻഡ് എക്സ്പെക്റ്റഡ് CTR. ഇങ്ങനെ ഈ 3 പാരാമീറ്റർ മെഷർ ചെയ്തിട്ട് ഗൂഗിളാണ് ഓരോ കീവേഡിനും ക്വാളിറ്റി സ്കോർ എത്രയാണെന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇങ്ങനെ ക്വാളിറ്റി സ്കോറും മാക്സിമം CPCയും മൾട്ടിപ്പിൾ ചെയ്താൽ കിട്ടുന്ന ഒരു നമ്പറാണ് ആഡ് റാങ്ക് എന്നുള്ളത്. നമുക്ക് ഡിഫറെൻറ്റ് അഡ്വർടൈസേഴ്സ് ഉണ്ടെങ്കിൽ ആഡ് റാങ്ക് ആർക്കാണോ ഏറ്റവും കൂടുതലുള്ളത് ആ ഒരു അഡ്വർടൈസറെ ആഡ് ആയിരിക്കും SCRPയിൽ ഫസ്റ്റ് പൊസിഷനിൽ വരിക. ആഡ് റാങ്ക് കുറഞ്ഞത് സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ എന്ന രീതിക്ക് വരും. അടുത്തതായി നമ്മൾ നോക്കുന്നത് എങ്ങനെ ഒരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനായി ഗൂഗിൾ ആഡ്സിൻ്റെ ഡാഷ്ബോർഡിലെത്തി ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഒന്നാമത്തെ ഓപ്ഷൻ ക്യാമ്പയിൻ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്യാമ്പയിൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം ആദ്യമായി ചോദിക്കുന്നത് വാട്ട് ഈസ് യുവർ ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ് എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു എന്താണ് ഒബ്ജക്റ്റീവ് എന്നുള്ളത്. ഇവിടെ നിങ്ങൾക്ക് സെയിൽസ്, ലീഡ്സ്, വെബ്സൈറ്റ് ട്രാഫിക്, ആപ്പ് പ്രൊമോഷൻ, അവയർനെസ് ആൻഡ് കൺസിഡറേഷൻ, ലോക്കൽ ഷോപ്പ് വിസിറ്റ്, ക്രിയേറ്റ് ക്യാമ്പയിൻ വിത്തൗട്ട് ഗൈഡൻസ് എന്നീ ഓപ്ഷനാണ് കാണാൻ പറ്റുക. നിങ്ങൾ ആദ്യമായി പുതുതായി ഒരു ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഒരു ആഡ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത് ക്രിയേറ്റ് എ ക്യാമ്പയിൻ വിത്തൗട്ട് എ ഗോൾ ഗൈഡൻസ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ഇന്ന് യൂസ് ചെയ്യുന്നത് അതേ ഓപ്ഷൻ തന്നെയാണ്. അടുത്തതായിട്ടുള്ളത് ക്യാമ്പയിൻ ടൈപ്പ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓൾറെഡി നമ്മൾ ക്യാമ്പയിൻ ടൈപ്സ് ഡിസ്കസ് ചെയ്താണ്. അതിൽ സെർച്ച് ആഡ്സ് ഉണ്ട്, ഡിസ്പ്ലേ ആഡ്സ് ഉണ്ട്, വീഡിയോ ആഡ്സ് ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഇന്ന് നമ്മൾ ചൂസ് ചെയ്യുന്നത് സെർച്ച് ആഡ്സ് ആണ്. അടുത്തതായി സെലക്ട് ദ റിസൾട്ട് ദാറ്റ് യു വാണ്ട് ഗെറ്റ് ഫ്രം ദിസ് ക്യാമ്പയിൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ആണ് കൊടുക്കുന്നത്. നിങ്ങളുടെ വെബ്സൈറ്റ് അഡ്രസ്സ് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം, ഇല്ലെങ്കിൽ കണ്ടിന്യൂ ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായി ചൂസ് ദ ഗോൾസ് ദാറ്റ് യു വുഡ് ലൈക്ക് ടു ഫോക്കസ് ഓൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ വെബ്സൈറ്റ് ട്രാഫിക് വഴി നമ്മുടെ ഗോൾ എന്താണെന്നുള്ളതാണ്. അതിനുവേണ്ടി ഫോം സബ്മിഷൻ ഫ്രം യുവർ വെബ്സൈറ്റ്, അതായത് നമ്മുടെ ലാൻഡിംഗ് പേജിലേക്ക് യൂസേഴ്സ് വന്നു അവിടെ നിന്നുള്ള ഒരു ഫോം സബ്മിറ്റ് ചെയ്യുന്ന രൂപയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അടുത്തതായി ക്യാമ്പയിൻ നെയിം ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് നമുക്ക് എന്ത് നെയിമും കൊടുക്കാവുന്നതാണ്. എഗ്രി ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ സെർച്ച് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്ന സെറ്റപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ ഒന്നാമത്തെ ഓപ്ഷൻ എന്നുള്ളത് ബിഡിംഗ് ആണ്. ഇവിടെ ബിഡിംഗ് എന്നുള്ളിടത്ത് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് നമ്മൾ ഏതിന് വേണ്ടിയിട്ടാണ് ബിഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൽ ഒന്നാമത്തേതാണ് കൺവേർഷൻസ് എന്നുള്ളത്. ഇവിടെ കൺവേർഷനാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ട് മീൻ ചെയ്യുന്നത് ഒരു യൂസർ നമ്മുടെ വെബ്സൈറ്റിൽ നമ്മുടെ ലാൻഡിംഗ് പേജിലേക്ക് വന്ന് അവിടെ ഫോം ഫില്ല് ചെയ്ത് ഒരു കൺവേർഷൻ നടക്കുന്നതിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്നതാണ്. ഇതിൽ രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ളത് കൺവേർഷൻ വാല്യൂ ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഫോം ഫില്ല് ചെയ്ത് ചെയ്യുന്നത് വൺ ടൈപ്പ് ഓഫ് കൺവേർഷനാണ്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺവേർഷൻ നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കാൻ പറ്റും. ആ വാല്യൂസ് അനുസരിച്ചാണ് നമ്മൾ ബിഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ഈ രണ്ടാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. പിന്നെയുള്ള ഒരു ഓപ്ഷനാണ് ക്ലിക്സ് എന്നുള്ളത്. ക്ലിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗൂഗിൾ SCRPയിൽ കൂടുതൽ ക്ലിക്സ് ആണ് നമ്മൾ ആഡിന് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ക്ലിക്സ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാം. നമ്മൾ പുതുതായി ഒരു ക്യാമ്പയിൻ തുടങ്ങുകയാണെങ്കിൽ ക്ലിക്സ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം കൺവേർഷൻ എന്നുള്ള ബിഡിംഗ് സ്ട്രാറ്റജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ഒരു പ്രീവിയസ് ഡാറ്റ ഗൂഗിൾ ആഡ്സിന് ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ കൺവേർഷൻ എന്നുള്ള ബിഡിംഗ് സ്ട്രാറ്റജി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. സോ നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത് ക്ലിക്സ് എന്നുള്ള ഓപ്ഷനാണ്.
അതിൽ തന്നെ നിങ്ങൾക്ക് മാക്സിമം CPC, അതായത് ഒരു ക്ലിക്കിന് മാക്സിമം ഇത്ര എമൗണ്ട് ഞാൻ സ്പെൻഡ് ചെയ്യാൻ റെഡി ഉള്ളൂ എന്നൊരു ഓപ്ഷനും കൂടി ചൂസ് ചെയ്യാൻ സാധിക്കും. അതിനായി ഈ ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ CPC ബിഡ് ലിമിറ്റ് എൻ്റർ ചെയ്യാവുന്നതാണ്. അടുത്തതായി കൺവേർഷൻ അക്വസിഷൻ എന്നുള്ള ഓപ്ഷനിൽ ബിഡ് ഫോർ ന്യൂ കസ്റ്റമേഴ്സ് ഓൺലി എന്നൊരു ഓപ്ഷനും കൂടിയുണ്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെക്ക് ചെയ്താൽ മതി. അടുത്ത് നമ്മൾ എത്തിയിട്ടുള്ളത് ക്യാമ്പയിൻ സെറ്റിംഗ്സിലാണ്. അതിലെ ഒന്നാമത്തെ ഓപ്ഷന് നെറ്റ്വർക്ക്സ് എന്നുള്ളത്. ഇവിടെ ബൈ ഡിഫോൾട്ടായി 2 ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്നാമത്തത് ഗൂഗിൾ സെർച്ച് പാർട്ട്നേഴ്സ് നെറ്റ്വർക്കും രണ്ടാമത് ഗൂഗിൾ ഡിസ്പ്ലേ നെറ്റ്വർക്കുമാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ആഡ് ഗൂഗിൾ SERPയിൽ മാത്രം ഷോ ചെയ്താൽ മതിയെങ്കിൽ നിങ്ങൾ ഈ 2 ചെക്ക് ബോക്സും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതല്ല, ഗൂഗിളിൻ്റെ സെർച്ച് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള വെബ്സൈറ്റിലും കൂടി നിങ്ങളുടെ ആഡ് ഷോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ ഡിസ്പ്ലേ നെറ്റ്വർക്കിലും കൂടി നിങ്ങൾ ആഡ് ഷോ ചെയ്യണമെങ്കിൽ രണ്ടാമത്തെ ചെക്ക് ബോക്സ് ചെക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത ഓപ്ഷൻ ഉള്ളത് ലൊക്കേഷനാണ്. ഏത് ലൊക്കേഷനിലുള്ള ആൾക്കാർക്കാണ് നമ്മുടെ ആഡ് ഷോ ചെയ്യേണ്ടതെന്നുള്ളത്. ഇതിനായി ലൊക്കേഷനിൽ ബൈ ഡിഫോൾട്ട് ഓൾ കൺട്രീസ് ആൻഡ് ടെറിട്ടറീസ് എന്നുള്ളതാണ് ഉണ്ടാവുക. അതല്ലെങ്കിൽ നമ്മൾ ഇന്ത്യ എന്ന് ചൂസ് ചെയ്യാം. ഇനി അതുമല്ല, നിങ്ങൾക്ക് സ്പെസിഫിക് ലൊക്കേഷൻസ് ഉണ്ടെങ്കിൽ എൻ്റർ അനദർ ലൊക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഇനി ഇവിടെ അഡ്വാൻസ് സെർച്ച് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കൃത്യതയോടെ ലൊക്കേഷൻസ് കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കേരളത്തിലുള്ള എല്ലാവർക്കുമാണ് ആഡ് ഷോ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് കേരള എന്ന് സെർച്ച് ചെയ്യാവുന്നതാണ്. അവിടെ ഇൻക്ലൂഡ് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഏരിയ മുഴുവനായി സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി അതല്ല, നിങ്ങൾക്ക് ലൊക്കേഷന് പകരം ഒരു പോയിന്റിന് ചുറ്റും ഒരു റേഡിയസിലാണ് നിങ്ങൾക്ക് ആഡ് ടാർഗറ്റ് ചെയ്യണമെങ്കിൽ റേഡിയസ് എന്നുള്ള ഓപ്ഷനും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതിനായി റേഡിയസ് ഓപ്ഷൻ ചൂസ് ചെയ്തതിന് ശേഷം ഞാൻ കാലിക്കറ്റ് എന്ന് സെർച്ച് ചെയ്യുകയാണ്. അതിന് കാലിക്കറ്റ് കേരള എന്ന് സെർച്ച് ചെയ്തതിന് ശേഷം 20 മൈൽ റേഡിയസിൽ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്തതായി കാണാൻ പറ്റും. ഇങ്ങനെ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിനനുസരിച്ച് നിങ്ങൾക്ക് ലൊക്കേഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇവിടെ ലൊക്കേഷൻ ഓപ്ഷൻസ് എന്നതിൽ 2 ഓപ്ഷൻസ് കാണാൻ പറ്റും. ഫസ്റ്റ് വൺ ഈസ് പ്രസൻസ് ഓർ ഇൻട്രസ്റ്റ്, സെക്കൻഡ് വൺ ഈസ് പ്രസൻസ്. നിങ്ങൾ പ്രസൻസ് എന്ന ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സ്പെസിഫിക് ലൊക്കേഷൻസിലുള്ള ആൾക്കാർ സെർച്ച് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ആഡ് ഷോ ചെയ്യുള്ളൂ. ഇനി അതല്ല, നിങ്ങൾ ചൂസ് ചെയ്യുന്നത് പ്രസൻസ് ഓർ ഇൻട്രസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് ചെയ്ത ലൊക്കേഷന് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് കൂടി നിങ്ങളുടെ ആഡ് ഷോ ചെയ്യും. അടുത്തതായി ലാംഗ്വേജ് എന്നുള്ള ഓപ്ഷനാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ബൈ ഡിഫോൾട്ട് ഇംഗ്ലീഷ് മാത്രമാണ് സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. നിങ്ങൾ അത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾ ലാംഗ്വേജസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് സ്പെസിഫിക് ലൊക്കേഷൻസ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ മലയാളം മാത്രമാണെങ്കിൽ മലയാളം എന്ന് മാത്രം ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തുള്ള ഒരു ഓപ്ഷനാണ് ഓഡിയൻസ് സെഗ്മെന്റ് എന്നുള്ളത്. നിങ്ങൾ മറ്റ് ആഡ്സിലൊക്കെ കാണുന്ന പോലെ നിങ്ങൾക്ക് ഓഡിയൻസ് സെഗ്മെന്റിനെ ടാർഗറ്റ് ചെയ്തിട്ടും ആഡ് ചെയ്യാവുന്നതാണ്. അതിനായി ബ്രൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഓഡിയൻസിനെ സെലക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു സ്റ്റേജാണ് കീവേഡ് അസറ്റ് ജനറേഷൻ എന്നുള്ളത്. ഇത് പുതുതായി വന്ന ഒരു AI ഫീച്ചറാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കീവേഡ്സും അസറ്റ്സും AI ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇത്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഫൈനൽ URL എൻ്റർ ചെയ്യുകയാണെങ്കിൽ കീവേഡ്സ് ആൻഡ് അസറ്റ് AI ജനറേറ്റ് ചെയ്തു തരും. ഇനി അതല്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ കീവേഡ് ലിസ്റ്റും ആഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്കിപ്പ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. സ്കിപ്പ് ഓപ്ഷൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കീവേഡ് ആൻഡ് ആഡ്സ് എന്നുള്ള സെക്ഷനിൽ എത്തിയിട്ടുണ്ടാവും. ഇവിടെ ഒന്നാമതായി നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് നമ്മുടെ കീവേഡ്സ് ആണ്. നമ്മൾ ഓൾറെഡി ഒരു കീവേഡ് റിസർച്ച് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കീവേഡ്സ് നമുക്ക് ഇവിടെ ഡയറക്റ്റായി എൻ്റർ ചെയ്യാവുന്നതാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കീവേഡ് മാച്ച് ടൈപ്പ് അനുസരിച്ച് വേണം നമ്മളിവിടെ കീവേഡ് ആഡ് ചെയ്യാൻ. ഇനി സപ്പോസ് നമ്മൾ കീവേഡ് റിസർച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ നമുക്ക് കീവേഡ് സജഷൻസിനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഫൈനൽ URL ഇവിടെ എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഗൂഗിൾ നമുക്ക് കീവേഡ് സജഷൻസ് ഇവിടെ തരുന്നതാണ്. ഞാനിവിടെ തൽക്കാലം ഞാൻ ഓൾറെഡി റിസർച്ച് ചെയ്ത കുറച്ച് കീവേഡ്സ് എൻ്റർ ചെയ്യുകയാണ്. ഇത് നമ്മൾക്ക് നമ്മുടെ കീവേഡ് മാച്ച് ടൈപ്പ് അനുസരിച്ച് വേണം എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് എൻ്റെ കീവേഡ്സ് ഫ്രേസ് മാച്ച് ആയിട്ട് ആഡ് ചെയ്യാനാണ്. അതിനായി ഡബിൾ കോട്ടിൽ എല്ലാ കീവേഡ്സും എൻ്റർ ചെയ്യണം. ഇപ്പോൾ ഞാനിവിടെ എല്ലാ കീവേഡ്സും ഫ്രേസ് മാച്ചായി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത സ്റ്റേജാണ് ആഡ്സ് എന്നുള്ളത്. ആഡ്സിൽ ആദ്യത്തെ ഓപ്ഷൻ എന്നുള്ളത് ഫൈനൽ URL ആണ്. നമ്മുടെ ആഡ് ഒരു യൂസർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ യൂസർ എത്തുന്ന ലാൻഡിംഗ് പേജിൻ്റെ URL ആണ് ഫൈനൽ URL കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ നമ്മുടെ ട്രൈസോഷ്യോ ഡിജിറ്റൽ അക്കാദമിയുടെ കോൺടാക്ട് പേജാണ് ഫൈനൽ URL ആഡ് ചെയ്യുന്നത്. ഇനി അടുത്തതായി നമുക്ക് ഡിസ്പ്ലേ പാത്ത് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഏതൊരു URL ആണോ യൂസേഴ്സ് കാണേണ്ടത് ആ URL ആണ് നമ്മൾ ഡിസ്പ്ലേ പാത്തായി കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ഡിജിറ്റൽ അക്കാദമി എന്നുള്ളത് ഡിസ്പ്ലേ പാത്തായി കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ട്രൈസോഷ്യോ ഡിജിറ്റൽ അക്കാദമി /digital/academy എന്നുള്ളത് URL ആയി ഇവിടെ പ്രിവ്യൂ കാണാൻ പറ്റും. അടുത്തതായി നമ്മൾ എൻ്റർ ചെയ്യേണ്ട ഒരു ഫീൽഡാണ് ഹെഡ്ലൈൻസ് എന്നുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡും കൂടിയാണ് ഹെഡ്ലൈൻ. ഒരു റെസ്പോൺസീവ് സെർച്ച് ആഡ്സിൽ നമുക്ക് 3 മുതൽ 15 ഹെഡ്ലൈൻസ് വരെ ആഡ് ചെയ്യാം.
പക്ഷേ എത്ര ഹെഡ്ലൈൻസ് കാണിക്കണം എന്നുള്ളത് ഗൂഗിളാണ് നിശ്ചയിക്കുന്നത്. അത് നിശ്ചയിക്കുന്നത് യൂസേഴ്സിന്റെ സെർച്ച് ക്വയറി അനുസരിച്ചാണ്. ഹെഡ്ലൈൻസ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ കീവേഡ്സ് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത്, ഹെഡ്ലൈൻസ് യുണീക്ക് ആയിരിക്കുക എന്നുള്ളത്, അതിൽ CTS കോൾ ടു ആക്ഷൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളതൊക്കെ. ഇങ്ങനെ നമ്മൾ ഹെഡ്ലൈൻസ് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ആഡിന്റെ സ്ട്രെങ്ത്തിന്റെ ഒരു സ്കോർ ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഒരു മൊബൈൽ ഡെസ്ക്ടോപ്പ് പ്രിവ്യൂസും ഇവിടെ സൈഡിൽ കാണാൻ പറ്റും. അടുത്തതായി നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഡിസ്ക്രിപ്ഷൻസ് ആണ്. 2 മുതൽ 4 വരെ ഡിസ്ക്രിപ്ഷൻസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അടുത്തതായി നമുക്ക് നമ്മുടെ ബിസിനസ് ലോഗോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അടുത്തുള്ള ഒരു ഓപ്ഷനാണ് സൈറ്റ് ലിങ്ക്സ് എന്നുള്ളത്. നമ്മുടെ വെബ്സൈറ്റിലെ തന്നെ പേജസിലേക്കുള്ള ലിങ്ക്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് സൈറ്റ് ലിങ്ക്സ്. അടുത്തൊരു ഓപ്ഷനെ കോളേഴ്സ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ബിസിനസിന്റെ കൂടുതൽ ഇൻഫർമേഷൻസ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇനിയും വ്യത്യസ്തമായ ആസെറ്റ് ടൈപ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പ്രൊമോഷൻസ്, പ്രൈസസ്, കോൾസ്, സ്ട്രക്ചേർഡ് സ്നിപ്പറ്റ്, ലീഡ് ഫോംസ്, ലൊക്കേഷൻസ്, ആപ്സ് എന്നിവ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യമനുസരിച്ച് ആഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഹെഡ്ലൈൻസിനും ഡിസ്ക്രിപ്ഷൻസിനും പുറമെ നമ്മൾ ആഡ് ചെയ്യുന്ന എക്സ്ട്രാ ആസറ്റ്സിനെയാണ് നമ്മൾ ആഡ് എക്സ്റ്റൻഷൻസ് എന്ന് വിളിക്കുന്നത്. അടുത്തൊരു ഓപ്ഷനാണ് ബഡ്ജറ്റ് എന്നുള്ളത്. നമ്മുടെ കീവേഡ്സ് അനുസരിച്ച് നമുക്കൊരു റെക്കമെൻഡ് ബഡ്ജറ്റ് ഇവിടെ കാണാൻ പറ്റും. ഇനി അതല്ല കസ്റ്റം ബഡ്ജറ്റാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടതെങ്കിൽ അതിനുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ഞാൻ 500 റുപ്പീസ് എന്നുള്ളതാണ് ബഡ്ജറ്റായി കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സെറ്റ് യുവർ ആവറേജ് ഡെയിലി ബഡ്ജറ്റ് എന്നുള്ളത്. ഇവിടെ നിങ്ങൾ ആക്ച്വലി ഡെയിലി ബഡ്ജറ്റ് അല്ല കൊടുക്കുന്നത്, പകരം ആവറേജ് ഡെയിലി ബഡ്ജറ്റാണ്. എന്താണ് അതിൻ്റെ ഡിഫറൻസ് അത് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ബഡ്ജറ്റായി 500 രൂപ 500 റുപ്പീസാണ് കൊടുക്കുന്നതെങ്കിൽ അത് മുഴുവനായി സ്പെൻഡ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. അത് ചിലപ്പോൾ 300 ആവാം, 400 ആവാം, അത് ചിലപ്പോൾ 500-ൽ കൂടുതലായി 600-ഓ 700-ഓ ആവാം. പക്ഷേ ഒരു മന്ത് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആവറേജ് എന്നുള്ളത് 500 ആയിരിക്കും. അതാണ് ആവറേജ് ഡെയിലി ബഡ്ജറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തുള്ളത് റിവ്യൂ എന്നുള്ളൊരു സെക്ഷനാണ്. നമ്മൾ ഇതുവരെ എൻ്റർ ചെയ്ത ക്യാമ്പയിൻ സെറ്റിംഗ്സ്, കീവേഡ്സ്, ആഡ്സ് എന്നിവ റിവ്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നമുക്കിവിടെ ലഭിക്കുക. അത് റിവ്യൂ ചെയ്ത് ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നമുക്ക് പബ്ലിഷ് ക്യാമ്പയിൻ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാം. നമ്മൾ ചെയ്ത ക്യാമ്പയിനിൽ എറേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ ക്യാമ്പയിൻ 2 to 3 ഹവേഴ്സിനുള്ളിൽ പബ്ലിഷ് ആവുന്നതാണ്. ഇനി നമ്മൾക്ക് നോക്കാനുള്ളത് ഒരു ക്യാമ്പയിൻ, ഒരു ഓൾറെഡി റണ്ണിങ് ആയിട്ടുള്ള ക്യാമ്പയിൻ എങ്ങനെ മെഷർ ചെയ്യാം, എങ്ങനെ അതിനെ ഒപ്റ്റിമൈസ് ചെയ്യാം എന്നുള്ളതാണ്. ക്യാമ്പയിൻ മെഷർ ചെയ്യുന്നതിന് ഡാഷ്ബോർഡിൽ തന്നെ നമുക്ക് ക്യാമ്പയിൻ്റെ മെട്രിക്സസ് കാണാൻ പറ്റും. അതിൽ ഒന്നാമതായിട്ടുള്ളതാണ് ക്ലിക്സ്. അതായത് ഓരോ ദിവസവും എത്ര ക്ലിക്സ് നമ്മുടെ ആഡിന് കിട്ടിയിട്ടുണ്ടെന്നുള്ള ഡാറ്റ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. രണ്ടാമത്തെ മെട്രിക്സ് ആണ് ഇംപ്രഷൻസ് എന്നുള്ളത്. എത്ര ഇംപ്രഷൻസ് നമ്മുടെ ആഡിന് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എത്ര കൺവേർഷൻസ് നടന്നു എന്നുള്ളത് കാണാൻ പറ്റും. അതിന് എത്ര കോസ്റ്റ് ആയി എന്നുള്ളതും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി അതല്ല വേറൊരു മെട്രിക്സ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ ഇവിടെ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമായ മെട്രിക്സ് ഇവിടുന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് നമുക്ക് നമ്മുടെ മെഷർ ചെയ്യാൻ സാധിക്കുന്നത്. ഇനി അടുത്തതായി ഇൻസൈറ്റ്സ് ആൻഡ് റിപ്പോർട്ട്സ് എന്നുള്ള സെക്ഷനിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ ഇൻസൈറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഇനി നിങ്ങൾ ഓപ്ഷൻ ഇൻസൈറ്റ്സ് എന്ന ടാബ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൂടെ ഓപ്ഷനിൽ പങ്കെടുത്ത വെബ്സൈറ്റിന്റെ ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു ടാബിൾ അനലൈസ് ചെയ്ത് നമുക്ക് നമ്മുടെ ആഡ് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആഡുമായി എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മുടെ ക്യാമ്പയിൻ മെഷർ ചെയ്യാനുള്ള അടുത്തൊരു ഓപ്ഷനാണ് സെർച്ച് ടേംസ് എന്നുള്ളത്. ഏത് സെർച്ച് ക്വയറിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മുടെ ആഡ് ഷോ ചെയ്തിട്ടുള്ളത്, അതിന് ഓരോ സെർച്ച് ടേമിനും എത്ര ക്ലിക്സ് കിട്ടി, എത്ര ഇംപ്രഷൻസ് കിട്ടി, അതിന്റെ CTR എത്രയാണ്, അതിന്റെ കൺവേർഷൻസ് എത്ര നടന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ടേംസ് എന്നുള്ള സെക്ഷനിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ടേബിൾ ചെക്ക് ചെയ്ത് നമുക്ക് ഇറലവൻ്റ് ആയിട്ടുള്ള ക്ലിക്സ് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇറലവൻ്റ് ആയിട്ടുള്ള കീവേഡ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ ആഡ് ഷോ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി സപ്പോസ് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ സെറ്റ് ഓഫ് കീവേഡ്സ് നമുക്ക് നെഗറ്റീവ് കീവേഡ്സ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നെഗറ്റീവ് കീവേഡ്സായി ആഡ് ചെയ്യുന്നതിലൂടെ ഇനി ഒരു തവണ കൂടി അങ്ങനെ ഒരു കീവേഡ്സ് യൂസേഴ്സ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആഡ് ആ യൂസറിന് ഷോ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഒപ്റ്റിമൈസ് ചെയ്യേണ്ട ഏറ്റവും നല്ല ഓപ്ഷനാണ് ആഡ് നെഗറ്റീവ് കീവേഡ്സ് എന്നുള്ളത്. ഇങ്ങനെ ഓപ്ഷൻ ഇൻസൈറ്റ്സും സെർച്ച് ടേംസ് റിപ്പോർട്ടും വെച്ച് നമുക്ക് നമ്മുടെ ക്യാമ്പയിനെ നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. ഒരു ഗൂഗിൾ ആഡ്സ് ക്യാമ്പയിൻ ഫ്രം ദ സ്ക്രാച്ച് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതെങ്ങനെ മെഷർ ചെയ്യാം, അതെങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാം എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ടത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫോളോ ട്രൈസോഷ്യ ഫോർ മോർ ഇൻഫോർമേറ്റീവ് വീഡിയോസ്.